ടൺ 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 നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആർട്ടും ക്രാഫ്റ്റും പരിപാടികളൊന്നും നമ്മൾ ചെയ്യണില്ല. നമ്മൾ കുറച്ച് നേരം നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ വർത്താനം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള വർത്താനം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷവും 1.5 മാസവും അങ്ങോട്ട് കടന്നു പോയേക്കാണ്. അതായത് 1 വയസ്സ് നമ്മുടെ ചാനലിൽ പൂർത്തീകരിച്ചേക്കാണ്. അപ്പോൾ 1 വയസ്സ് കടന്നെത്തിയിരിക്കുന്ന ആ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. അതിന് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായി. അത് കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ 1 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന സന്തോഷത്തിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്തതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു തമ്പനയിൽ നമ്മൾ കൊടുത്തത് കേട്ടോ. അല്ലാതെ നമ്മൾ ചാനൽ നിർത്തി പോകാനൊന്നും പോണില്ല. ചില ആളുകൾ ഇങ്ങനെ ഓരോ തരത്തിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ ചൊറിയുന്ന വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യൂട്യൂബിൽ വെറുതെ അവൻ സമയം കളയുന്നു, യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വലിയ തെറ്റാണ്, ആ തരത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് പുതിയതായിട്ട് കടന്നു വരുന്ന ഏത് യൂട്യൂബേഴ്സിനും പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് എന്നെ കേൾക്കുന്ന പുതിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള നെഗറ്റീവ് വർത്തമാനങ്ങളൊന്നും കേട്ടിട്ട് ചാനൽ നിർത്തി പോകരുത്. അല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഉന്മേഷത്തോടു കൂടി അല്ല ഊർജ്ജത്തോടു കൂടി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് മുന്നേറി വരണം, അടിച്ചു കയറിയാണ്ട് വരണം. ഓക്കെ, അങ്ങനെ എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് ഉയർന്നു നിൽക്കണം. നമ്മൾ യൂട്യൂബിൽ പണിയെടുക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ കിടക്കും. അതൊന്നും കാര്യമാക്കരുത്. എല്ലാ വിധത്തിലും മുന്നോട്ട് കയറി അങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ സ്നേഹമായിട്ട് എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഇത്തരത്തിലുള്ള കമൻസുകളൊക്കെ കേട്ട് നമ്മുടെ ചാനൽ നിർത്തി പോകണം? ഒരു കാരണവശാലും നമ്മുടെ ചാനൽ നിർത്തി പോകരുത്. ഞാൻ പോവില്ല കേട്ടോ, ഞാൻ ചാനൽ നിർത്തുകയില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയപ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ചാനൽ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു. പിന്നെ ചാനൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കണ്ടു. പിന്നെ അപ്ലോഡ് ചെയ്യണത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോസ് ഇങ്ങനെ ഓരോ വീഡിയോസ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞാനപ്പോൾ നോട്ട് ബുക്കിൽ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂട്യൂബിൽ അതിനെക്കുറിച്ച് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നോട്ട് ബുക്ക് എടുക്കാൻ മറിച്ച് നോക്കാം, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകാം. അങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പഠിച്ചതും ചാനൽ നിർമ്മിക്കാനായിട്ടൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും വീഡിയോ എടുക്കുന്നത് മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ചില്ലുണ്ടല്ലോ, ആ ചില്ല് നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ ചില്ലിൽ നമ്മുടെ വിരലൊക്കെ തൊട്ടിട്ട് എപ്പോഴും മെഴുക്കായി ഇങ്ങനെ ഒരു മൂടിയിരിക്കും. അത് നമ്മൾ അറിയില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ ക്ലാരിറ്റിയും കളറിങ്ങൊക്കെ കൂട്ടി അടിപൊളിയാക്കാനും സാധിക്കും. അപ്പോൾ എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്പെടും. പിന്നെ യൂട്യൂബിലേക്ക് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സൂപ്പറാക്കിയൊക്കെ അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും വീഡിയോ കാണണം. അതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യണത് അത് മോശം പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ 2-3 പ്രാവശ്യം വീഡിയോ കണ്ട് ഉറപ്പ് വരുത്തണം തെറ്റൊന്നും ഇല്ലയെന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് കൃത്യമായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തണം. നമുക്ക് ആ മികച്ചൊരു സമയം നമ്മൾ കണ്ടെത്തി ആ സമയത്ത് തന്നെ എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നേറി വരും. എനിക്ക് പറ്റാറില്ല കേട്ടോ, എനിക്ക് കൃത്യമായിട്ടൊരു സമയം അങ്ങനെ കിട്ടാറില്ല. കാരണം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ സമയം തെറ്റിപ്പോവും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പുതിയതായിട്ട് കടന്നു വരാനിരിക്കുന്ന യൂട്യൂബേഴ്സിനോട്, ഞാൻ പുതിയതായിട്ട് കടന്നു വന്ന ഒരാളാണ്, ഇപ്പോഴും മുന്നോട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഈസി ആയിട്ട് എല്ലാവർക്കും മൊബൈൽ വെച്ച് യൂട്യൂബ് ചാനൽ നിർമ്മിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് വീഡിയോ ഇടാൻ പറ്റും. നല്ല ക്വാളിറ്റിയോടുകൂടി അത് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മികച്ചൊരു സമയം നമ്മൾ കണ്ടെത്തി ആ സമയം നമ്മൾ എവിടെയെങ്കിലും കുറിച്ച് വെക്കണം, എഴുതി വെക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറായിട്ട് വീഡിയോ ആണ്, അടിച്ച് കയറിക്കോളും. പിന്നെ വീഡിയോക്ക് നല്ല കിടുക്കാച്ച് തമ്പനയിൽ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വീഡിയോ മുന്നേറി പൊക്കോളും. ഒരു കാരണവശാലും വീഡിയോ താഴെ പോകില്ല. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ തമ്പനയിലൊക്കെ നോക്കിയിട്ട് അതേ രീതിയിലൊക്കെ നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് പറ്റൂട്ടോ. അതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഓരോ വീഡിയോകൾ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ മുന്നിലുണ്ട്. അത് നോക്കി നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ സൂപ്പർ തമ്പനയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തമ്പനയിൽ സൂപ്പർ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സൂപ്പറായിട്ട് കയറിക്കോളും. പിന്നെ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ആരുടെയും വീഡിയോയുടെ അടിയിൽ പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറയരുത്. എന്താണെന്ന് വെച്ചാൽ അത് ഒരു മോശം പരിപാടിയാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് സൂപ്പറാണെങ്കിൽ എവിടെ നിന്നായാലും സബ്സ്ക്രൈബേഴ്സ് നമ്മളെ തേടി വരും. സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ പോയി നമ്മൾ യാചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിനെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് കണ്ടാണ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ചെയ്യേണ്ട കാര്യം ഷോർട്സ് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം
ആദ്യം ഷോർട്സ് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് 12 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പതുക്കെ അത് 15ലേക്ക് കടന്നു. പിന്നെ അത് 33ലേക്കായി പെട്ടെന്ന് തന്നെ. പിന്നെ അത് 67 അങ്ങനെ കയറി വന്നു. അപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോ ഇടുന്നതിനനുസരിച്ച് എന്തൊക്കെ ആയാലും സബ്സ്ക്രൈബേഴ്സ് പാഞ്ഞു വരും, ഓടി കയറി വരും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ എനിക്ക് അതൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. നമ്മൾ ഓരോരുത്തരുടെ വീഡിയോകൾ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് കയറി വരണം. നെഗറ്റീവ് പറയുന്നവരൊക്കെ നമ്മൾ അങ്ങോട്ട് വിട്ടേക്കുക. അവരുടെ വഴിക്ക് പൊക്കോട്ടെ. പിന്നെ എല്ലാവരും സങ്കടത്തോടുകൂടി പറയുന്ന കാര്യമാണ് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് കൃത്യമായിട്ട് വിഷയങ്ങളില്ല, കണ്ടന്റ് ഇല്ല എന്നൊക്കെ എപ്പോഴും പറയും എല്ലാവരും. ആ പറയുന്ന സംഭവം മാറ്റാനായിട്ടുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു നോട്ട് ബുക്കിൽ നമുക്കൊരു മാസത്തേക്ക് ചെയ്യാനുള്ള വീഡിയോനെ പറ്റിയുള്ള ഒരു അവലോകനം നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കുക. അതായത് ഇന്ന രീതിയിൽ നാളെ നമ്മൾ ഈ വീഡിയോ ചെയ്യും, നാളെ നമ്മൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു തരത്തിലുള്ള വീഡിയോ ചെയ്യും. അങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ ഒരു തയ്യാറാക്കി ഒരു പ്ലാനും കാര്യങ്ങളാക്കിയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കണ്ടന്റ് തപ്പി അലയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാം. വലിയ മഹാസമുദ്രം തന്നെയാണ് യൂട്യൂബ്. ആ സമുദ്രത്തിലൂടെ നമ്മൾ നീന്തി തുടിച്ച് തുള്ളിക്കളിച്ച് മുന്നോട്ട് പായണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എന്നെ എന്നെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് കടന്നു വരാനിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മൊബൈൽ വെച്ചിട്ട് യൂട്യൂബ് ചാനൽ നിർമ്മിക്കാൻ പറ്റും, അത് സെറ്റാക്കാൻ പറ്റും, അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും. നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ നമ്മൾ ഈ ചാനൽ നിർത്തി എന്ന് തന്നെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചാനൽ നിർത്താനൊന്നും പോകണില്ല. നമ്മൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഇനി മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് സ്നേഹം ഉണ്ടാവണം. എല്ലാവരോടും സ്നേഹം. ടാറ്റ, ബൈ ബൈ, ഓക്കെ, ബൈ.